10ാം ക്ലാസ്സിൽ +2 ഒരു A+ കിട്ടുക പഠിക്കുന്ന കാലത്ത് നമ്മുടെയൊക്കെ സ്വപ്നമായിരുന്നു അല്ലേ? നമ്മളെ മാത്രമല്ല, നമ്മുടെ രക്ഷിതാക്കളുടെയും സ്വപ്നം. ആ സ്വപ്നം യാഥാർത്ഥ്യമായി. എന്നിട്ട് നമ്മളെ പഠിപ്പിച്ച അധ്യാപകരുടെയും നമ്മുടെ സുഹൃത്തുക്കളുടെയും മുന്നിൽ വെച്ച് നമ്മളെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു, അനുമോദിക്കാൻ ഒരു പുരസ്കാരം കിട്ടുന്നു എല്ലാവരുടെയും മുന്നിൽ വെച്ച്. ആലോചിച്ചു നോക്കൂ, എത്ര നല്ല നിമിഷമായിരിക്കും അത്. ആ നിമിഷമാണ് KT ജലീൽ തല്ലിക്കെടുത്തിയത്. ഉമ്മയുടെ ആട് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ സഫീന എന്ന് വേണ്ട, സഫീന മതി. അഡ്രസ് എഴുതാൻ പറ്റില്ല, ഉറപ്പാണോ? ഇതിലൊന്ന് എഴുത്. രവികുമാർ എന്നല്ല, രവി കുലാർ എന്ന് എഴുതിക്കുന്നത്. എന്താ ഹിന്ദിയിൽ A+ കിട്ടിയിട്ടുള്ള കുട്ടികൾ ഒന്ന് സ്റ്റാൻഡപ്പ്. മൈക്ക് കൊടുക്കുന്ന ഒരു മൈക്കില്ലടോ. അല്ല, അതിനൊരു അർത്ഥമുണ്ട്. സം സം എന്ന് പറഞ്ഞാൽ അല്ല സം സം എന്ന് പറഞ്ഞാൽ എന്താണ്? നിക്കട്ടെ നിക്കട്ടെ എന്നാണ്. സ്റ്റോപ്പ്. ആ കുട്ടികളുടെ മുഖം മനഃപൂർവ്വം ബ്ലർ ചെയ്തതാണ്. ആ ദിവസം അവരുടെ സന്തോഷത്തിന്റെ ദിവസമാണ്. ഇന്നത് പൊതുസമൂഹത്തിന് മുന്നിൽ അപമാനത്തിൻ്റെതായി മാറി. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ഡോക്ടർ KT ജലീൽ. അങ്ങനെ ഒരാളിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്നതല്ല ഇത്. രവി കുലാർ എന്ന് എഴുതിക്കുന്നത്. എന്താ അഡ്രസ് എഴുതാൻ പറ്റില്ല, രവികുമാർ എന്നല്ല, രവി കുലാർ എന്ന് എഴുതിക്കുന്നത്. എന്താ അഡ്രസ് എഴുതാൻ പറ്റില്ല. ഒരു സംശയവുമില്ല, തെറ്റുണ്ടെങ്കിൽ കുട്ടികളെ തിരുത്തണം, അവർക്ക് പറഞ്ഞു കൊടുക്കണം. പക്ഷേ ആ വേദി അതല്ലായിരുന്നു. ഒഴിവാക്കാമായിരുന്ന നടപടി അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ദിവസം ജീവിതകാലത്തേക്കുള്ള ട്രോമയായി മാറി. KT ജലീലിനെതിരെ കേസെടുത്തിട്ടുണ്ട് ബാലാവകാശ കമ്മീഷൻ. റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടിയെന്നാണ് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞത്. ഇന്നലെ മണ്ണാർക്കാട് ഒരു ചടങ്ങിൽ വെച്ച് മുൻ മന്ത്രി ശ്രീ KT ജലീലിന്റെ കുട്ടികളോടുള്ള പെരുമാറ്റം തികച്ചും അനുചിതവും അവഹേളനപരവും ആണ്. ഒരു കുഞ്ഞിനോട് പൊതുസദസ്സിൽ ആളുകൾ നോക്കി നിൽക്കെ ഇത്തരത്തിൽ അപമാനിക്കുന്ന, അക്ഷരം അറിയത്തില്ല, അതിന്റെ ചെവിയിൽ നുള്ളുന്ന പോലെ നുള്ളി എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള പെരുമാറ്റം ഒരിക്കലും ശരിയല്ല. കുഞ്ഞുങ്ങളുടെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണത്. കുഞ്ഞുങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് അവർക്ക് അത്രയും അറിയണം എന്നില്ല. ഇന്ന് ഇപ്പോൾ കുറച്ചു മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. അതിൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയെ ന്യായീകരിച്ചു. ആ കുട്ടികൾ എത്രത്തോളം അപമാനിതരായി കാണും. ആ കുട്ടികൾ മാത്രമല്ല, അവരുടെ രക്ഷിതാക്കളും. ആ വീഡിയോ പ്രചരിച്ചു, നാട് മുഴുവൻ കണ്ടു അല്ലെ? അക്ഷരം അറിയാത്ത കുട്ടികൾ എന്ന ലേബലിൽ അവരെ തളച്ചിട്ടു. ജലീലിന്റെ ഈ പെർഫോമൻസ് വിവാദമായി, വിമർശനമായി. പക്ഷേ ജലീലിന് ലെവലേശം ബോധ്യപ്പെട്ടിട്ടില്ല. പിന്നെയും ക്യാപ്സ്യൂളുകളാണ്. പൊതുവേദിയിൽ വെച്ച് വിദ്യാർത്ഥികളുടെ ചെവിക്ക് പിടിക്കാനും അവരെ അപമാനിക്കാനും ആരാണ് KT ജലീലിനെ ഏൽപ്പിച്ചത്? മുൻ MLA-യും മുൻ മന്ത്രിയും. പോകട്ടെ, താങ്കൾ അധ്യാപകനല്ലേ? അക്ഷരം പഠിപ്പിക്കുന്നവർ ആദ്യം മനുഷ്യരെ മാനിക്കണം. കുട്ടികളെ ചെറുതാക്കുന്നതിലൂടെ നമ്മളാണ് ചെറുതാകുന്നത്. വിവേകമില്ലാത്ത വിവരം കൊണ്ട് എന്താണ് കാര്യം?